നിന്റെ ജീവനും വേണം എല്ലാവരുടെ ജീവനും നഷ്ടപ്പെടാൻ അച്ഛന്മാർക്ക് അച്ഛന്മാർക്ക് തലവിടെത്തി. അപ്പൊ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് അഞ്ചേരി വളർക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഇപ്പൊ നിങ്ങൾ വീഡിയോയുടെ തുടക്കം തന്നെ ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് സംഭവം വേറൊന്നുമല്ല. ഇപ്പൊ ഈ വീടിന്റെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. ആ വീടിന്റെ ഫ്രണ്ടിൽ ആ ഒരു വരാന്ത പോലെ സെറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ അടിയിൽ ഒരു പൊത്തുണ്ട്. ആ പൊത്തിലേക്കാണ് ഒരു വലിയൊരു മൂർഖൻ പോയിട്ടുള്ളത്. സംഭവം ഞാൻ വന്ന് നോക്കിയപ്പോ അതിനുള്ളിൽ കണ്ടു അത്യാവശ്യം വലുപ്പമുള്ളൊരു മൂർഖൻ പാമ്പാണ്. അപ്പൊ ചുറ്റും കൂടി നിൽക്കുന്നതൊക്കെ അതിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വീട്ടുകാരും നാട്ടുകാരൊക്കെയാണ്. അവരെല്ലാവരും കൂടി പാമ്പിനെ എങ്ങനെയാലും കുറച്ച് ദിവസമായി ഈ പാമ്പ് ആ ഒരു പ്രദേശത്ത് കിടന്ന് അങ്ങനെ കളിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭീതി ഉണ്ട്, ഈ ഒരു പാമ്പിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തെടുത്തേ പറ്റൂ എന്നുള്ളത്. പക്ഷെ ഈ വീട്ടില് ഒരു ആള് താമസിക്കുന്നുണ്ട്. ആള് വീടിനകത്തുണ്ട്. ഇപ്പൊ നമ്മളിത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആള് വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്ക് ഇത് പൊളിച്ച് പാമ്പിനെ പിടിക്കുന്നത് ആൾക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാരുടെ സമ്മതമില്ലാണ്ട് നമുക്കിത് പൊളിക്കാനായിട്ട് നിർവാഹമില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പുറകെ നടക്കാനൊന്നും നേരമില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ മോട്ടറൊക്കെ വെച്ച് പമ്പ് ചെയ്ത് വെള്ളമടിച്ച് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നാട്ടുകാർ ഇത് പിടിക്കാൻ സമ്മതിക്കില്ല. അത് പൊളിച്ചു കഴിഞ്ഞാലും അവരെന്നെ അത് ശരിയാക്കി കൊടുത്തോളാം, അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാരെ വിളിച്ച് ഞാൻ പറഞ്ഞു, എന്തായാലും ആളോട് പറയും ഇങ്ങനെ പൊളിക്കുന്നുണ്ടെന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ ആളെ വിളിച്ച് സംസാരിച്ച് ആള് സമ്മതിച്ചില്ല. ഇത് പൊളിച്ചിട്ട് ഇതിനെ പിടിക്കണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോ സംഭവം അവസാനം നാട്ടുകാരൊക്കെ കൂടി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം ആള് വീടിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ചു. എന്നിട്ട് ബാക്കിയുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഈ ഒരു സംഭവം ഫുള്ള് നമുക്ക് ആ ഒരു ഭാഗം മൊത്തം പൊളിച്ച് എടുക്കേണ്ടി വന്നു. സംഭവം അതിൻ്റെ ഉള്ളിലൊക്കെ ഈ എലിയുടെ മാളങ്ങളാണ്. അപ്പൊ അതിനകത്താണ് ഈ പാമ്പ് കയറിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണാം. അങ്ങോട്ടാണ് പൊത്തു. അവിടെ പൊത്തിട്ടില്ല. പൊത്ത് കണ്ടില്ല. ചേട്ടാ മണ്ണ് വീണോട്ട് കൂട്ടുണ്ടാ ആ കല്ലിക്കണന്റെ ബാക്കില് പാമ്പിനെ കണ്ടു, ഞങ്ങൾ കണ്ടു. അങ്ങോട്ട് പോയിട്ടില്ലേടാ, ആ സാധനം അങ്ങോട്ട് പോയിട്ടുള്ളത് ഇവിടെ ചേട്ടൻ വീഡിയോ എടുക്കുമ്പോഴേലും ആട് അങ്ങോട്ട് തന്നെ വിളിക്കുന്നേ. അല്ല അത് നോക്കണ്ട, അത് ചിലപ്പോ ഇങ്ങനെ വളഞ്ഞു വരുന്നുണ്ടോ? പൊക്കുമ്പോ കണ്ടില്ല. വേറെ ദിവസം വേണ്ടി വെച്ചിട്ടുള്ളതല്ലേ. ഒരു മിനിറ്റ്, അപ്പൊ ഞാൻ ഇപ്പുറത്തേക്ക് ഇതുവായോ അങ്ങോട്ട് വന്നാ അപ്പൊ ഇവിടെ വന്നാ ഒരാളായെല്ലാം എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ല. അർപ്പം കൊടുത്തായിരുന്ന അവിടെ കട്ട വെച്ചിട്ടുണ്ട്. ഇവിടെ പത്തുണ്ട് കട്ട വെച്ചിട്ടുണ്ട്. ഈ കട്ട തുറന്നു നോക്കിനാ പൊത്തുണ്ട്. ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊത്തുണ്ട്. ഞങ്ങൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അടച്ചിട്ടുള്ളൂ. അങ്ങോട്ട് കാണാല്ലേ പൊത്ത്.
ആള് ഫുള്ളാണല്ലേ. ചേട്ടാ അങ്ങോട്ട് വരും കാണിച്ചിട്ടുണ്ട്. ഇനിയും പോവില്ല, ഇനി എവിടേക്ക് പോവില്ല. ടോർച്ചടിക്കാക്കുന്ന കണ്ടായി ഞാൻ പേടിക്കില്ലേ ചിലർക്കാനല്ല ഇരിക്കണു ഇവിടെ ഇടിക്കണ്ട്. ഇങ്ങോട്ട് വാ ചേട്ടാ. അച്ഛന്മാർക്ക് 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 തല ഇവിടെ എത്തി അച്ഛന്മാർക്ക് അച്ഛാ ഇവിടുന്നൊക്കെ കൃത്യമാണ്. ഡേയ്സ് പിടിക്കുകയാണോ കുറച്ച് കറക്റ്റാ. ഇയാളെ കൊണ്ട് നോക്കിക്കാണ് പാമ്പിനൊന്നും ചെയ്തില്ല. പാമ്പ് ആള് നോക്കിയോളൂ. അങ്ങനെയല്ല കുത്തരുത്താ വയസ്സാണ് ചെയ്യാൻ ചെയ്യണം. മാറി 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 വരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. കാത്തിരുന്ന സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്കി സെറ്റായിട്ടുണ്ട് ഇതാ പറഞ്ഞു തലമുതിക്കണേ തലമുതിക്കണ ആർക്കൊരു പൊട്ട് കിട്ടണ